ഗത്സമേനിയിലെ ദേവാലയമാണിത്. ഇതിനുള്ളിലെ പാറയിലാണ് യേശുവിന്റെ രക്തം വിയർത്തത്. വീഡിയോഗ്രാഫി നിയന്ത്രണമുള്ളതിനാൽ നമുക്ക് ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിക്കുന്നില്ല. ജെറുസലേം ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമാണ് ഇത്. ലോകചരിത്രത്തിൽ കരയുന്ന മതിൽ എന്നറിയപ്പെടുന്ന ജെറുസലേം ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന മതിലിന്റെ ഭാഗമാണ് നാം ഇപ്പോൾ കാണുന്നത്. This is the soul of Godwin. സ്നേഹപിതാവായ നല്ല ദൈവമേ, നിന്റെ പരിശുദ്ധ നാമം എന്നും എല്ലായിടത്തും മഹത്വപ്പെടട്ടെ. നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നിനക്ക് സ്തോത്രം. പിതാവേ, ഞങ്ങളോടൊപ്പമുള്ള അവിടുത്തെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസിനോടൊപ്പം ഞങ്ങളും അങ്ങേക്ക് നന്ദി പറയുന്നു. ഫ്രാൻസിസിന്റെ കുടുംബത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഫ്രാൻസിസിലൂടെ അവിടുന്ന് എല്ലാവർക്കും നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഫ്രാൻസിസിന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകി അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് ഈ ഹോട്ടലിൽ ഇങ്ങനെ ഒരു ആഘോഷം നടക്കാൻ കാരണമായ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞങ്ങളോട് ഏറെ സഹകരിച്ച, ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോസഫിനും ഹക്കീമിനും മറ്റെല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണം. എല്ലാ മഹത്വവും എന്നും എല്ലാ കാലത്തും അവിടത്തേക്ക് മാത്രമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Yes, on behalf of all who gathered here, I extend my sincere thanks to Mr. Joseph and Mr. Hakim for their valuable presence. Happy birthday! Yeah! Happy birthday to you! Happy birthday to Francis! Happy birthday! Somebody may cut it. Who will cut it? Francis in the Marabadi present. Yes. Francis. ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്റെ 53ാമത്തെ ബർത്ത്ഡേ ബഹുമാനപ്പെട്ട അഭിഷിക്തരോടും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളോടും കൂടി ആഘോഷിക്കാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ച് 53 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 33 വർഷം.
അപ്പോൾ ആ സമയത്ത് കർത്താവിന് നാട്ടിൽ വരുവാനും നിങ്ങളോട് ഒന്നിച്ച് ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി ഉണ്ട്. എല്ലാവർക്കും വിഷയം അതിൽ നാരായണ കിളി പോലുള്ളൊരു നാലും നാലോലം ഈശോയെ, നിന്റെ രക്ഷയും സമാധാനവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണേ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ അമ്മയെ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രതയും നീ ഭയപ്പെടേണ്ട. വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഒറ്റയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങളും മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതങ്ങളിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ആട്ടിടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട യുദിയായിലെ ബെത്ലഹേമിലുള്ള ഷെപ്പേർഡ് ഫീൽഡിലേക്കാണ് ഈ യാത്ര. ഇവിടെ ഇടയന്മാർ രാത്രികാലങ്ങളിൽ താമസിക്കുമ്പോഴാണ് യേശുവിന്റെ ജനനം എന്ന സത്വാർത്ത അറിയിച്ചുകൊണ്ട് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. ആട്ടിടയന്മാർ ചെലവഴിച്ച ഗുഹകളും ബത്ലൂച്ചിയുടെ നിർമ്മിതിയിലുള്ള സുന്ദരമായ ദേവാലയവും ഇവിടെ കാണാം. And they are the first that they know that Jesus born, the King of the Kings born. Usually, they know that King was born, but here in our situation, the King of the Kings, that the first people that know that the King born, they are the shepherds. God sent Jesus to poor people. Okay. ദരിദ്രരായിട്ടുള്ളവരാണ് ഈശോയെ കണ്ടത്. പാവപ്പെട്ടവർക്ക് വളരെ നല്ലൊരു കമ്പാരിസൺ ഉണ്ട്. ഫുൾട്ടൺ ഷീന്റെ വാക്കുകളാണ്.
എല്ലാം അറിഞ്ഞവർക്കും അവനാദ്യം കാണാൻ പറ്റി, ഒന്നും അറിയാത്തവരും അവനാദ്യം കണ്ടു. അപ്പൊ എല്ലാം അറിഞ്ഞ പൂജ്യരാജാക്കന്മാർ, അവർക്കെല്ലാം അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ആട്ടിടയന്മാർ, അവരും തമ്പുരാനെ കണ്ടു. അപ്പൊ പാവപ്പെട്ടവർക്കാണ് ദൈവം, എളിമയുള്ളവർക്കാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതന്മാരോട് കൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, മഹത്വം ഭൂമിയിൽ സമാധാനം. വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് നേരിട്ട് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു.
എൻ കരീമിനെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര ആരംഭിക്കുന്നു.